ഇത് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചായി തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയും പിന്നെ അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു മസാല ഉണ്ടാക്കും. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കഴിക്കുന്ന പോലത്തെ പൂരിക്ക് അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലത്തെ മസാലയല്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്നട്ടും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഉരുളൻകിഴങ്ങിൻ്റെ മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ തേയിലിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടുക. ഇത് നന്നായിട്ട് മൊരിയുമ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് കാണാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 2 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടുള്ള കാഷ്നട്ടാണ്. ഇതൊന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ കറിയിലേക്കൊക്കെ ചേർക്കണം. ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർക്കണില്ല, പിന്നെ മല്ലിപ്പൊടിയും ചേർക്കണില്ല. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേണം, കുരുമുളക് പൊടിയും വേണം, പിന്നെ കുറച്ച് ക്രഷ് ചെയ്തേക്കണ മുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവനായിട്ടുള്ള കാഷ്നട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഉള്ളി ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടാണ് എടുത്തത്. കാരണം പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ, മുഴുവനായിട്ട് ചേർക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് കാഷ്നട്ട് ആട്ടോ ചേർക്കുന്നത്. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും ചേർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കുക. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചിട്ട് വേണോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഉടച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ ഉടച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഉരുളൻകിഴങ്ങ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും ഇങ്ങനെ വലിയ പീസായിട്ട് കിടക്കരുത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കുക. അത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉണക്കമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ പോലെ വരണം. ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കണ ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ചേർക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അല്ലെങ്കിൽ നമ്മളത് ഫില്ലിംഗ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ വലിയ പീസൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫോൾഡൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടായിട്ട് വെച്ചേക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഈ മസാലകളൊക്കെയാണ് കരിഞ്ഞു പോകും. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുമല്ലോ. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 നുള്ളി ഗരം മസാലയും ചേർക്കുക. അപ്പോൾ ഗരം മസാല ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോ. ലാസ്റ്റ് ഇതേപോലെ ആവുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഈ മസാല നമുക്കൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പൊടി എടുത്തിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി ഇതിൽ നിന്ന് പകുതി എടുക്കുക. എന്നിട്ട് നല്ല കനം കുറച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തില്ലേ അതേപോലെ പരത്തിയിട്ട് എടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ചിലപ്പോൾ അടിയിൽ പിടിച്ചിരിക്കും. അപ്പോൾ എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. ഇപ്പോൾ നീളം ഇപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് മതി കേട്ടോ, അതിൽ കൂടുതൽ നീളം വേണ്ട. ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ പരത്താം. അത്യാവശ്യം നല്ല നീളവും വേണം, അത്യാവശ്യം നല്ല വീതിയും വേണം. രണ്ടും ഏതാണ്ട് ഒരു തുല്യ അളവിൽ വന്നോട്ടെ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അത് പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് എടുത്തിട്ടൊന്ന് നോക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാനത് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കമത്തിയിടുന്നുണ്ട്. അപ്പോൾ നല്ല കനം കുറഞ്ഞ ഷീറ്റായിട്ടാണ് പരത്തിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഒന്ന് വെതറി കൊടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ അത് അടിയിൽ പിടിച്ചിരിക്കുക, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് നീക്കാൻ പറ്റണം. ഇനി ലാസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് അടിയിൽ പിടിച്ചിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട, കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഷീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഈ 4 സൈഡിലേക്ക് അങ്ങോട്ട് മുട്ടിച്ചിട്ട് വെക്കണ്ട കേട്ടോ, കുറച്ച് നീക്കിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും ഇതിൻ്റെ ഫില്ലിങ്. അപ്പോൾ ഭയങ്കര കനത്തിൽ വെക്കണ്ട, ഒരു ചെറുതായി കനത്തിൽ വയ്ക്കുക. കാരണം ഈ ഫില്ലിങ് കൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടിയിൽ ചിലപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അടിയിൽ ഗോതമ്പ് പൊടി ഇടുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കാണ്ട് വെച്ചാൽ മതി, അവിടെ അറ്റത്തേക്കാണ്ട് മുട്ടിച്ച് വെക്കണ്ട. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാനിവിടെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോകണം കേട്ടോ. ഒന്നങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം. അപ്പോൾ ഈ എൻഡ് വരുമ്പോൾ ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതൊട്ടും അടിയിൽ പിടിച്ചില്ലല്ലോ. അപ്പോൾ അത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്ന കാര്യം മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ എൻഡിൽ നിന്ന് ഞാനിവിടെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഏതാണ്ട് ഇത്രയ്ക്ക് വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്യാം.
നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ എടുക്കുക. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് ഉണ്ട് കേട്ടോ. ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ ഇതങ്ങോട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് ഇടുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാന്ന് പറഞ്ഞു കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇതുമ്മ തൂത്ത് കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് ഇട്ടുണ്ടായിരുന്നത്. അത് തന്നെ കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. 2, 4, 6, 8, 10, 11 ആദ്യത്തേട്ട് നമുക്ക് 11 കിട്ടിയിട്ടുണ്ടായത്. 12, 13, 14, 15, 16, 17, അയ്യോ കാണുന്നില്ലല്ലോ, 18, 19, 20 കിട്ടിയേക്കുന്നത്. പിന്നെ കുറച്ച് പൊടിയും കൂടിയും ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്. നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ 2 വലിയ ഉരുളൻകിഴങ്ങാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മീഡിയം ഉരുളൻകിഴങ്ങും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തോട്ടോ. അപ്പോൾ മസാലയൊക്കെ എടുക്കുമ്പോൾ സെയിം തന്നെ എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഇത് നമുക്ക് ബട്ടറിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലൊക്കെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പോഴായിരിക്കും കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടുക. ചിലപ്പോൾ അത് കനത്തിലിരിക്കുമല്ലോ നമ്മളിങ്ങനെ പരത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിച്ചോട്ടെ കേട്ടോ. ഇത് കഴിക്കാം. ഇതിൻ്റെ കൂടെ മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. മുന്തിരി ഇങ്ങനെ ഈ മസാലയുടെ കൂടെ ഇങ്ങനെ ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മധുരം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അടുത്ത് തന്നെ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ പറയാറുണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. ഞാൻ ഭയങ്കര പതുക്കെയാണ് കഴിക്കുന്നത്, പക്ഷേ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കും. ഇടയ്ക്ക് ഒരു ചെറിയൊരു കാഷ്നട്ടും കടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊരു എരിവുണ്ട്, ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ട്. ഉള്ളിലേക്കായിരുന്നാലും മൊരിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഉള്ളിലെ ഫില്ലിങ് നമ്മൾ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ്ങാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും സ്കൂളിൽ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. കാരണം ചില പലഹാരങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് കഴിക്കുമ്പോൾ ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത്രയും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ചൂടാറുമ്പോഴാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇനി നാളെ വേറൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയ കിച്ചൻ്റെ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിലിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.
അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.